നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപാസ് റോഡ്, ചെമ്മാട്. താനൂർ കസ്റ്റഡി മരണത്തിൽ കൊല്ലപ്പെട്ട താമൂർ ജിഫ്രിയെ കസ്റ്റഡിയിലെടുക്കാൻ ഉപയോഗിച്ച ഒന്നാം പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഉടമസ്ഥതയിലുള്ള കാറ് CBI കസ്റ്റഡിയിലെടുത്തു. നേരത്തെ പ്രതികളായ 4 പോലീസുകാരെയും എറണാകുളം CGM കോടതി 4 ദിവസത്തേക്ക് CBI കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഇവരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇതിന്റെ തുടർ നടപടിയായാണ് കാറ് കസ്റ്റഡിയിലെടുത്തത്. സംഭവത്തിൽ ഓഫീസർ റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം നീളുമെന്നാണ് വിവരം. അടുത്ത ദിവസം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുവാൻ CBI വിളിപ്പിക്കും. താനൂർ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മമ്പുറം സ്വദേശി താമൂർ ജിഫ്രി മരിച്ച കേസിൽ നിർണായക നീക്കമാണ് CBI നടത്തുന്നത്. കേസിലെ ഒന്നാം പ്രതി താനൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO ആയിരുന്ന ജിനേഷാണ്. രണ്ടാം പ്രതി പരപ്പനങ്ങാടി സ്റ്റേഷനിലെ CPO ആൽബിൻ അഗസ്റ്റിനും, മൂന്നാം പ്രതി കൽപ്പകഞ്ചേരി സ്റ്റേഷനിലെ CPO അഭിമന്യുവും, നാലാം പ്രതി തിരുരങ്ങാടി സ്റ്റേഷനിലെ CPO വിപിൻ എന്നിവരുമാണ്. മലപ്പുറം SP-യുടെ കീഴിലുള്ള ലഹരി വിരുദ്ധ കർമ്മസേനയായ ഡാൻസ് ഓഫ് ടീമിലെ അംഗങ്ങളാണ് ഇവരെല്ലാം ഇപ്പോൾ CBI അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാണ്. 2023 ഓഗസ്റ്റ് 1 താനൂരിൽ പോലീസ് കസ്റ്റഡിയിലിരിക്കെ തിരുരങ്ങാടി മമ്പുറം സ്വദേശിയായ താമൂർ ജിഫ്രി കുഴഞ്ഞു വീണു മരിച്ചത്. ലഹരി മരുന്ന് കൈവശം വെച്ചതിന് താമൂർ ജിഫ്രിയെയും 5 സുഹൃത്തുക്കളെയും മലപ്പുറം SP-ക്ക് കീഴിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡായ ഡാൻസ് ഓഫ് ടീം കസ്റ്റഡിയിലെടുത്തിരുന്നു. മർദ്ദനമേറ്റതിനെ തുടർന്നാണ് താമൂർ ജിഫ്രി മരിച്ചതെന്ന കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായതോടെ പ്രതിഷേധമുയർന്നു. ഡാൻസ് ഓഫ് ടീം താമൂർ ജിഫ്രിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ആരോപണം ഉയർന്നത്. പിന്നാലെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 8 ഡാൻസ് ഓഫ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തു. ഡാൻസ് ഓഫ് അംഗങ്ങളായ 4 പോലീസുകാർക്കെതിരെ കൊലക്കുറ്റവും ചുമത്തി. എന്നാൽ അന്വേഷണം കാര്യക്ഷമമല്ലെന്നാരോപിച്ച് കുടുംബം രംഗത്തെത്തിയതോടെ കേസ് CBIക്ക് കൈമാറുകയായിരുന്നു.